2020 നടന്ന കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം പറയാനുള്ളത് റഷ്യ ഉക്രൈൻ വാറാണ് അല്ലേ. ഫെബ്രുവരി മാസമായിരുന്നു റഷ്യ ഉക്രൈൻ വാർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടന്നൊരു സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ആ ട്വിറ്റർ വാങ്ങിച്ചതിന് ശേഷം ഇലോൺ മസ്കിൻ്റെ ലോക സമ്പന്നനിൽ 1-ാം സ്ഥാനം നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ മുകേഷ് അംബാനിയുടെ സ്ഥാനം വെട്ടിച്ചുകൊണ്ട് അദാനി മുന്നിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഏറ്റവും മോശമായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2022 എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മളുടെ ലയണൽ മെസ്സിയുടെ അർജന്റീന വേൾഡ് കപ്പ് നേടുന്നതും ഇതിഹാസ താരം പെലെ മരണപ്പെടുന്നതൊക്കെ നമുക്ക് 2022 കാണാൻ വേണ്ടി സാധിച്ചു, റൈറ്റ്. സോ 2022 നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിഫ്റ്റിയിൽ എന്തൊക്കെ സംഭവിച്ചു 2022 12 മാസങ്ങളിൽ നിഫ്റ്റി എങ്ങനെയൊക്കെയായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നടന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ, റൈറ്റ്. 2022 നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഈ ഒരു വർഷത്തിൻ്റെ അവസാന ടൈമിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു കൺസോളിഡേഷൻ അല്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിവിടെ ചാർട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ മന്ത്ലി ടൈം ഫ്രെയിമാണ് ഇവിടെ ചാർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹിയർ ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഈ ഒരു ടൈമിൽ, അതായത് 2020 സമയത്ത്, അതായത് കൊറോണയുള്ള സമയത്ത് മാർക്കറ്റിൽ ഒരു ക്രാഷ് നടന്നിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഓൾമോസ്റ്റ് 12,223 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് 7,487 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓൾമോസ്റ്റ് 7,500 റേഞ്ചിലേക്ക് മാർക്കറ്റ് താഴത്തേക്ക് ഇടിയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ 2020 പകുതിക്ക് ശേഷം മാർക്കറ്റിൽ ഒരു റിക്കവറിയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2021 ജാൻ നിങ്ങൾക്ക് കാണാം ഇവിടെ 2021 ജാൻ മുതൽ 2022 വരെ, അതായത് ഹിയർ സംവെയർ ഹിയർ 2022 വരെ, 2021 ജാൻ മുതൽ 2021 ഡിസംബർ വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ 2021 മാർക്കറ്റ് ഓൾമോസ്റ്റ് ഹിയർ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓൾമോസ്റ്റ് 4,000 പോയിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ 5,000 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് 2021. പക്ഷേ 2022 മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 2022 മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് വളരെ കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിൽ ഒരു പ്രത്യേക രീതിയിലുള്ള മൂവ്മെൻറ്റ്സോ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് അല്ലായിരുന്നു നമുക്ക് 2022 കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്, റൈറ്റ്. സോ നിങ്ങൾക്ക് കാണാം 2022 മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ അവസാന സമയങ്ങളിൽ, അതായത് ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബീറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്. യെസ്, സോ ഹിയർ നിങ്ങൾക്ക് കാണാം മാർക്കറ്റിൽ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 2022 ഇവിടെ ഒരു ഓൾ ടൈം ഹൈ, അതായത് ഓൾമോസ്റ്റ് 2022 നവംബറോട് കൂടി മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഈ ഒരു ഇയറിൽ നിഫ്റ്റിയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തൊരു വർഷമായിരുന്നു 2022 എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെയുള്ള സെല്ലിംഗ് പ്രഷർ നമുക്ക് ഈ ഒരു വർഷം കാണാൻ വേണ്ടി സാധിച്ചു. സോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രത്തോളം ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്ന സമയത്തും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ബൈയിങ് പ്രഷർ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് പ്രഷറാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഈ വർഷം നവംബറോട് കൂടി ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ, ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബലി നമുക്ക് നോക്കുന്ന സമയത്ത് അലട്ടിയിരുന്ന ഒരു സമയമായിരുന്നു 2022 എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ വർഷം ജാനുവരിയിൽ നമുക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, സോ ഈ വർഷത്തെ ജാനുവരിയുടെ ചാർട്ട് ഞാൻ മന്ത്ലി ചാർട്ടാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. സോ മന്ത്ലി ചാർട്ടിൽ ദിസ് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് മന്ത്ലി ക്യാൻഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ മാർക്കറ്റ് എന്താണ് ഒരു ഇൻഡിസിഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. മാർക്കറ്റ് മുകളിലോട്ടോ താഴത്തേക്കോ എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ലൈക്ക് ഒരു ഡിസിഷൻ എടുക്കാതെയായിരുന്നു മാർക്കറ്റ് ജാനുവരി മന്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ജാനുവരിയിലായിരുന്നു ഇൻഫ്ലേഷൻ റേറ്റ് ഏറ്റവും പീക്കിൽ എത്തി നിന്നൊരു സമയം എന്ന് പറയുന്നത്, റൈറ്റ്. സോ ജാനുവരിക്ക് ശേഷം നമുക്ക് ഫെബ് മന്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഇടിവ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. സോ ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയായിരുന്നു നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ പുറപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെയുള്ള സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഇടിവ് ഫെബ്രുവരി ലാസ്റ്റും അതേപോലെ തന്നെ നമുക്ക് മാർച്ച് ഒരു പകുതി വരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. മില്യൺ ഡോട്ട്സിലെ ലൈക്ക് നമ്മുടെ ഓപ്ഷൻ ക്ലബ് മെമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ
ഏറ്റവും ഓപ്ഷൻ സെല്ലേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു നമുക്ക് ഫെബ്രുവരി ഇല്ലെങ്കിൽ മാർച്ച് ആദ്യത്തെ ആഴ്ചകൾ എന്ന് പറയുന്നത്. സോ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നത് ഇന്ത്യ വിക്സിൻ്റെ ചാർട്ടാണ്. സോ ഇന്ത്യ വിക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാം ഫെബ്രുവരി അവസാനം ഇല്ലെങ്കിൽ മാർച്ച് ഒരു പകുതി വരെ നിങ്ങൾക്ക് കാണാം ഇന്ത്യ വിക്സ് വളരെയധികം ലൈക്ക് ഷൂട്ട് ചെയ്ത് നിന്നൊരു സമയമായിരുന്നു. ഓൾമോസ്റ്റ് 33 വരെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിക്സിൻ്റെ റേറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, അതുവരെ വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു മാർക്കറ്റ് 2022 തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ത്യ വിക്സിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് 2022 തുടക്കത്തിൽ, അതായത് ജാനുവരി മാസങ്ങളിൽ നമുക്ക് 16 ആയിരുന്നു നമ്മൾ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് വളരെ ഹൈ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വോളറ്റൈൽ മാർക്കറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഈ ഒരു ഉക്രൈൻ റഷ്യ വാർ കാരണം. പക്ഷേ നമുക്ക് മാർച്ച് പകുതിക്ക് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്ത് വരുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മില്യൺ ഡോട്ട്സിലെ ഓപ്ഷൻ ക്ലബ് മെമ്പേഴ്സ്, അതായത് ഓപ്ഷൻ സെല്ലേഴ്സ് മാത്രമല്ല, ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ ഓപ്ഷൻ സെല്ലേഴ്സിനും ഏറ്റവും ബുദ്ധിമുട്ടേറിയ മാസങ്ങളായിരുന്നു ഫെബ്രുവരി അതേപോലെ തന്നെ മാർച്ച് എന്ന് പറയുന്നത്, ഈ ഒരു വോളറ്റാലിറ്റി കാരണം തന്നെ. സോ ഓപ്ഷൻ സെല്ലേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ച മാസങ്ങളായിരുന്നു ഇത്. ബട്ട് മാർച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർച്ചിൽ നമുക്ക് എന്താണ് ഈ ഒരു റിക്കവറി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. മാർച്ച് മാസം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാർച്ചിൻ്റെ പകുതി വരെ മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തെങ്കിലും അതിനുശേഷം മാർക്കറ്റ് മാർച്ച് മാസത്തിൽ ഗ്രീനിലായിരുന്നു മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചാർട്ടിലേക്ക് പോയി നോക്കാം. ഓക്കെ, സോ ഹിയർ നിങ്ങൾക്ക് കാണാം മാർച്ച് മാസം മാർക്കറ്റ് എന്താണ് താഴെ ഈ ഒരു ലെവൽ വരെ ഏകദേശം 15,600 വരെ മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ഒരു റിക്കവറി ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു മാസം മാർക്കറ്റ് അവസാനിപ്പിച്ചത്. ഓൾമോസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 17,420 വരെ മാർക്കറ്റ് മാർച്ച് മാസത്തിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളിഷ് മൂവ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷവും മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഒരു വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല. മാർക്കറ്റ് പല തവണയായിട്ട് ഒരു മേജർ ആയിട്ടുള്ള ലെവൽ ഉണ്ടായിരുന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പല തവണ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മാർക്കറ്റിന് അത് സാധിക്കാതെ തന്നെ മാർക്കറ്റ് തിരിച്ചു വരുന്നതായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഹിയോ നമുക്ക് ഏപ്രിൽ മാസം മുതൽ അടുത്ത 3 മാസത്തേക്ക് ഏപ്രിൽ, മെയ് അതേപോലെ തന്നെ ജൂൺ മാസങ്ങളിൽ മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡിലായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇതിന് തക്കതായ കാരണവും നമുക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഒരു ഇടിവ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗ്ലോബൽ റിസഷൻ ഇവൻറ്റ് നടന്ന സമയത്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് എല്ലാവരും അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ അത്രത്തോളം നശിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഇടിവ് സംഭവിക്കാൻ വേണ്ടി പോവുകയാണെന്നായിരുന്നു ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു പാനിക് സെല്ലിംഗ് ആയിരുന്നു നമുക്ക് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റിക്കവറി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. സോ നമുക്ക് ഏപ്രിൽ മന്തിലേക്ക് പോവാം. ഏപ്രിൽ മന്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാർച്ചിൽ മാർക്കറ്റ് റിക്കവറി ചെയ്ത് മാർക്കറ്റ് ലൈക്ക് ഒരു ബുള്ളിഷ് മൂവ് തന്നെങ്കിലും ഏപ്രിൽ മാസം മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾക്ക് ചാർട്ടിൽ ഇവിടെ കാണാം. ചാർട്ടിൽ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഒരു മേജറായിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് റിജക്ഷൻ നേരിടുകയും അതിനുശേഷം ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തരുന്നതുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സോ ഈ ഒരു സെയിം കാര്യമാണ് നമുക്ക് മെയ് മാസത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. റെഡി 1 3 go. ഇതേ ഒരു സെയിം കാര്യമാണ് നമുക്ക് മെയ് മാസത്തിലേക്കും വരുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. മെയ് മാസത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ വരെ, അതായത് ഓൾമോസ്റ്റ് 15,750 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് അതിനുശേഷം ഒരു ചെറിയ റിജക്ഷൻ തന്ന മാർക്കറ്റ് ഒരു ബുള്ളിഷ് സാധ്യതകളൊക്കെ റെഡി 1 3 go ഒരു ബുള്ളിഷ് സാധ്യതകളൊക്കെ തന്നിട്ടായിരുന്നു മാർക്കറ്റ് ഏപ്രിൽ, മെയ് മാസങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ലായിരുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ റിസഷൻ ഈവൻറ്റിൽ നല്ല രീതിയിൽ തന്നെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും എന്താണ് ഒരു പാനിക് സെല്ലിങ്ങിൽ തന്നെയായിരുന്നു നമുക്ക് ജൂൺ മാസത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഈ ഒരു വർഷത്തെ മാർക്കറ്റ് മൂവ് ചെയ്ത ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റായ 15,100 വരെ മാർക്കറ്റ് എത്തിയത് ഈ ഒരു ജൂൺ മാസത്തിലായിരുന്നു. നിങ്ങൾക്ക് കാണാം മാർക്കറ്റിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും ലോ ആയിരുന്നത് ഈ ഒരു റേഞ്ചിലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മന്തായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജൂൺ മാസത്തിൽ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ താഴത്തേക്ക് ഇടിഞ്ഞതും അതിനുശേഷം നമുക്ക് ജൂലൈ മാസത്തിൽ മാർക്കറ്റ് റിക്കവർ ചെയ്തതുമായിരുന്നു. സോ ജൂലൈ മാസത്തേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഓവറോൾ ഈ ഇയറിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ അലട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒമിക്രോൺ വേവ് തന്നെയായിരുന്നു. സോ ഈ ഒരു ഒമിക്രോൺ വേവ് കാരണം തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റുകളൊക്കെ കൂടാൻ വേണ്ടി തുടങ്ങി. US ഇൻഫ്ലേഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ US ഇൻഫ്ലേഷൻ ഏകദേശം 9% അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 6 to 7% ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ.
ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ വന്ന സമയത്ത് കമ്മോഡിറ്റി പ്രൈസസ് നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്തിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ ഗ്ലോബലി നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലേഷൻസ് ഒക്കെ ബാധിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെയുള്ള സെല്ലിംഗ് പ്രഷറും അതേപോലെ തന്നെ ഫെഡ് റേറ്റ് ഹൈക്കും ഒക്കെ ഈ വർഷം നടന്ന കാര്യം തന്നെയായിരുന്നു. സോ നമുക്ക് ഇനി ജൂലൈ മാസത്തേക്ക് നമുക്ക് പോയി നോക്കാം. ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നടന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ജൂൺ മാസത്തിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും ലോ ടച്ച് ചെയ്തത് ജൂൺ മാസത്തിലായിരുന്നു. 15,000 വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ദെൻ ജൂലൈ മാസം എത്തിയ സമയത്ത് മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെയുള്ള റിക്കവറി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പ്രീവിയസ് മന്തിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയും മാർക്കറ്റ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 17,150 വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് നമുക്ക് ജൂലൈ മാസത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ, അതായത് മന്ത്ലി ക്യാൻഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. സോ ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഒരു മർബോസോ ക്യാൻഡിലാണ്. മർബോസോ ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കൂടെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത്, റൈറ്റ്. സോ മാർക്കറ്റ് എന്താണ്, പ്രീവിയസ് മന്തിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തൊരു മന്തായിരുന്നു. അതായത് ജൂൺ മന്തിനെക്കാട്ടിലും പെർഫോം ചെയ്തൊരു മന്തായിരുന്നു ജൂലൈ മാസം എന്ന് പറയുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മേജർ ലെവൽ ഉണ്ടായിരുന്നു അല്ലേ. സോ ഹിയർ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ ഓഗസ്റ്റ് മാസം. സോ ഓഗസ്റ്റ് മാസം മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിലേക്ക്, അതായത് ഈ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് 17,800 അതേപോലെ തന്നെ 18,000 എന്ന് പറയുന്ന റേഞ്ച് ആയിരുന്നു. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ച് തന്നെയാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷേ അവിടെ റിജക്ഷൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ റിജക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുന്ന സമയത്ത്. സോ ഓഗസ്റ്റ് മാസത്തിലെ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മില്യൺ ഡോളേഴ്സിലെ ഫസ്റ്റ് സ്റ്റുഡൻസിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് അതേപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ഓഗസ്റ്റിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് നടത്താമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 150 ആളുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഒരു മീറ്റപ്പ് ആയിരുന്നു ആ മീറ്റപ്പ്. സോ 2 ദിവസത്തെ മീറ്റപ്പ് ആയിരുന്നു. ആദ്യത്തെ ദിവസം നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഓപ്ഷൻ ക്ലബ് മെമ്പേഴ്സിനും വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ആ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നത്. സോ അന്ന് നമ്മൾ ലൈവ് ട്രേഡിലൂടെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അതിനുശേഷം നമ്മൾ മില്യൺ ഡോളേഴ്സിലെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരുപാട് പേരെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു നമുക്ക് രണ്ടാമത്തെ ദിവസമായ സമയത്തുണ്ടായിരുന്നത്. സോ അന്ന് നമുക്ക് ക്രിപ്റ്റോ ട്രൈബിൻ്റെ മിർസാദും അതേപോലെ തന്നെ മണി ടോക്സിൻ്റെ നിഖിൽ സാറും എല്ലാം നമുക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. നമ്മൾ ഇനിയും അതുപോലത്തെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഹിയർ നമ്മൾ അന്ന് ഓപ്ഷൻ ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈൻ. സോ ഹിയർ നമുക്ക് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഓഗസ്റ്റ് മാസത്തിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് 17,800 18,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്നതും റിജക്ഷൻ സംഭവിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ദെൻ നമുക്ക് സെപ്റ്റംബർ മാസത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് റെഡ് ക്യാൻഡിലാണ്. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ 18,000 എന്ന് പറയുന്ന ഈ ഒരു മേജർ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതും അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കുന്നതുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹിയർ നിങ്ങൾക്ക് കാണാം ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത്. ഫൈൻ. സോ മാർക്കറ്റ് ഏകദേശം ചെറിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടാണ് ആ ഒരു മന്ത് അവസാനിച്ചത്. 16,800 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് ഒക്ടോബറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റിൽ വീണ്ടും ഒരു കുതിപ്പാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ കുതിപ്പിന് ശേഷം മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഇല്ലെങ്കിൽ നമ്മൾക്കറിയാം 2023 മാർക്കറ്റ് ഫോം ചെയ്ത ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നു. സോ ഹിയർ ഇതായിരുന്നു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതിൽ ഡിസംബർ മാസം മാർക്കറ്റ് തുടക്ക ടൈമിൽ ഒരു പോസിറ്റീവ് ആണെങ്കിൽ കൂടെ അതിന് ശേഷം താഴത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ റെഡ് ആയിട്ടായിരുന്നു മാർക്കറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ. സോ നമുക്ക് പറയുകയാണെങ്കിൽ ഒക്ടോബർ ആൻഡ് നവംബർ എന്ന് പറയാം. സോ ഒക്ടോബർ ആൻഡ് നവംബർ മന്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു. നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ചെറിയ രീതിയിലുള്ള ലൈക്ക് ബ്രേക്ക് ഔട്ടൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് ഓൾ ടൈം ഹൈ ഒക്കെ പുതിയ ഫ്രഷ് ഓൾ ടൈം ഹൈ ഒക്കെ ഫോം ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മാസത്തൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് ആയിരുന്നു സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ബിക്കോസ് നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയായിരുന്നു ആ ഒരു 2 മാസം എന്ന് പറയുന്നത്. ഫൈൻ. സോ മാർക്കറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓൾ ടൈം ഹൈ, ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതും മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡിസംബർ മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ 18,900 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മാർക്കറ്റ് ലൈക്ക് 19,000 20,000 റീച്ച് ചെയ്യുമോ അല്ലെങ്കിൽ എത്തുമോ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു മാസം എന്ന് പറയുന്നത്. അതായത് നവംബർ അവസാനത്തോടു കൂടി മാർക്കറ്റ് 19,000 ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, മാർക്കറ്റ് 20,000 ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, മാർക്കറ്റ് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമെന്ന് പറയുന്ന ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഡിസംബർ മാസം സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. മാർക്കറ്റ് നേരെ താഴത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. 18,000 റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതായത് 18,800 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് 18,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ മാസത്തിൽ. ബട്ട് ഡിസംബർ മാസം നമുക്ക് നോക്കുകയാണെങ്കിൽ ലോ എന്ന് പറയുന്നത്, ഡിസംബർ മാസത്തെ ലോ എന്ന് പറയുന്നത് 17,700 എന്ന് പറയുന്ന റേഞ്ചാണ് കേട്ടോ. സോ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ലോ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈൻ, യാ. സോ ഇപ്പം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് റിസഷനും കാര്യങ്ങളുമാണ്. 2023 നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതായത് 15,000 റേഞ്ചിലേക്കൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈൻ. സോ ഈ ഒരു ഇയറിലെ ഓവറോൾ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് ഈ ഒരു വർഷം ഓവറോൾ കാണാൻ വേണ്ടി സാധിച്ചത്. മാർക്കറ്റ് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് 2021 ഫോം ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്തെങ്കിലും, അതായത് 2021 ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തെങ്കിലും മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള, അതായത് ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് 2022 സംഭവിച്ചത്. സോ എന്തായിരിക്കും 2023 സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ റിസഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് ഇടിയാനുള്ള ചാൻസസ് ഉണ്ടോ, അതോ മാർക്കറ്റ് ഇനിയും ഓവർ പെർഫോംഡ് ആണ് ഇപ്പോൾ തന്നെ എങ്കിലും മാർക്കറ്റ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ചിട്ട് 20,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താൻ ചാൻസസ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? സോ എനിവേ, ഞാനിപ്പോൾ ഒരു ഡിസിഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. സോ നമുക്ക് ഓവറോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിൻ്റെ ഒക്കെ ഈ വർഷം എത്രത്തോളം മൂവ്മെൻറ്റ്സ് നടന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. നിഫ്റ്റി ഈ വർഷം 2022 ജാനുവരിയിൽ, അതായത് 2022 തുടക്ക കാലഘട്ടത്തിൽ 17,350 മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ബട്ട് 2022 അവസാനിച്ച് നമ്മുടെ 2022 ഡിസംബറിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് നിഫ്റ്റി എത്തി നിൽക്കുന്നത് 18,191 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് 4.82% ബുള്ളിഷ് മൂവ് തന്നിട്ടാണ് നിഫ്റ്റി ഈ വർഷം അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 35,481 ആയിരുന്നു ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന നിഫ്റ്റി ബാങ്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 21% ബുള്ളിഷ് മൂവ് തന്നിട്ടാണ് നിഫ്റ്റി ബാങ്ക് ഈ വർഷം അവസാനിപ്പിച്ചിട്ടുള്ളത്. നിഫ്റ്റി ബാങ്ക് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 35,481 റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പം 43,252 എന്ന് പറയുന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സെക്ടോറൽ ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഓട്ടോ എന്ന് പറയുന്നത് ഈ വർഷം. നിഫ്റ്റി ഓട്ടോയിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ 10,936 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. മാർക്കറ്റ് അവസാനിച്ചത് 12,634 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഈ വർഷം നിഫ്റ്റി ഓട്ടോ അവസാനിച്ചത്. ഓൾമോസ്റ്റ് 15% ബുള്ളിഷ് മൂവ് തന്നിട്ടാണ് നിഫ്റ്റി ഓട്ടോ ഈ ഒരു വർഷം അവസാനിച്ചത്. അതേപോലെ തന്നെ നിഫ്റ്റി ഫാർമയും അതേപോലെ തന്നെ നിഫ്റ്റി ഐ ടിയും ഈ വർഷം ഏറ്റവും മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ച 2 ഇൻഡെക്സുകളാണ്, സെക്ടോറൽ ഇൻഡെക്സുകളാണ് നിഫ്റ്റി ഐ ടി ആൻഡ് നിഫ്റ്റി ഫാർമ എന്ന് പറയുന്നത്. നിഫ്റ്റി ഐ ടി ഓൾമോസ്റ്റ് 25% ഡ്രോപ്പ് തന്ന സമയത്ത്, അതായത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്ന സമയത്ത് ഓൾമോസ്റ്റ് 11% ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി ഫാർമ തന്നിട്ടുള്ളത്. മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത്, അതായത് ജാനുവരി തുടങ്ങുന്ന സമയത്ത് നിഫ്റ്റി ഫാർമ 14,223 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഈ വർഷം അവസാനിക്കുമ്പോൾ 12,634 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അതേപോലെ തന്നെ നിഫ്റ്റി ഐ ടിയിലേക്ക് വരുന്ന സമയത്ത് 38,701 മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത്, അതായത് ജാനുവരി തുടങ്ങുന്ന സമയത്ത് നിഫ്റ്റി ഐ ടി ഉണ്ടായിരുന്നത്. ആൻഡ് ഡിസംബർ അവസാനത്തോടു കൂടി ഓൾമോസ്റ്റ് 28,621 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി ഫാർമ അല്ലെങ്കിൽ നിഫ്റ്റി ഐ ടി ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. സോ ഇതൊക്കെയാണ് ഓവറോൾ 2022 നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ എനിവേ 2023 എന്തൊക്കെയായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കാൻ വേണ്ടി പോകുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ കാണാം. മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞ് താഴുമോ എന്നുള്ളതും അതേപോലെ തന്നെ ഇനി കുതിച്ചുയരുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം ഇനി അടുത്ത 12 മാസത്തിനുള്ളിൽ നമുക്ക് കണ്ടു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ മാർക്കറ്റിലൊരു ബെയറിഷ് കണ്ടീഷൻ ആണെങ്കിലും ബുള്ളിഷ് കണ്ടീഷൻ ആണെങ്കിലും കൺസോളിഡേഷൻ ആണെങ്കിലും ഓരോ റീറ്റെയിൽ ട്രേഡേഴ്സിനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കട്ടെ, മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറട്ടെ ഈ ഒരു വർഷം എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് എവരി വൺ. ബൈ.